മലയാറ്റൂർ കുരിശുമുടി ഇന്നൊരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി തീർന്നിരിക്കുകയാണ്. ഇവിടെ വന്ന പലർക്കും ധാരാളമായ അനുഗ്രഹങ്ങളും ആത്മീയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയുന്തോറും ധാരാളമായിട്ടുള്ള ജനങ്ങൾ, തീർത്ഥാടകർ ഈ മലമുകളിലേക്ക് കടന്നു വരിക. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നത് സഭയിൽ വലിയ നൊയമ്പ് ആചരിക്കുന്ന കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഞായർ, ഉയർപ്പിന് ശേഷം വരുന്ന ഞായർ, ഈ ദിവസങ്ങളിലാണ് തീർത്ഥാടകരുടെ സംഖ്യ വർദ്ധിക്കുക. ഈ മലയുടെ വലിയൊരു പ്രത്യേകത, ഒരു സാധാരണ തിരുനാൾ ആഘോഷമല്ല ഇത്. ഒരുപക്ഷെ താഴ്വാരങ്ങളിൽ, പള്ളികളിലൊക്കെ ആഘോഷങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുക. ഇവിടെ ആഘോഷങ്ങളെക്കാൾ കൂടുതൽ ഇതൊരു പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും തപസ്സിൻ്റെയും ഒക്കെ അരൂപി കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ്. ഈ മലമുകളിലേക്ക് കയറി വരാൻ തന്നെ വളരെയേറെ പ്രയാസമാണ് എന്ന് നമുക്കറിയാം. എങ്കിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ വരാൻ കാരണം ഈ ആത്മീയ അനുഭവം ഇവിടെ ലഭിക്കുന്നു എന്നതുകൊണ്ടാണ്. ഓരോ വർഷവും മലമുകളിൽ വരുന്ന തീർത്ഥാടകർക്ക് മാർ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം വഴി ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് ഓരോ വർഷവും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള പല ഘടകങ്ങളും കണക്കിലെടുത്തിട്ടാണ് വത്തിക്കാൻ ഈ കുരിശുമുടിയെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലമുകളിലേക്ക് വരുന്ന എല്ലാ തീർത്ഥാടകർക്കും തോമാസ് ലീഹായുടെ മാധ്യസ്ഥം വഴി ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മലയും ആറും ചേർന്ന ഒരു നാട് മലയാറ്റൂരെന്ന് പുകൾപ്പെട്ടു. പുണ്യനദിയായ പെരിയാറിന്റെ തീരത്തെ പ്രകൃതി രമണീയമായ ഗ്രാമം മലയാറ്റൂർ ഇടവകപ്പള്ളിയിൽ നിന്നും 2 കിലോമീറ്റർ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലയാറ്റൂർ കുരിശുമുടി. വിശുദ്ധ തോമാസ് ലീഹായുടെ പാദസ്പർശത്താൽ പരിപാവനമാക്കപ്പെട്ട ഈ ആരാധനാലയം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. പച്ചപ്പെട്ട് വിരിച്ചു നിൽക്കുന്ന താഴ്വര, വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന പെരിയാർ, ആകാശ സമതലങ്ങളുടെ സമ്മേളനം, ആകാശ നക്ഷത്രങ്ങളും ആലക്തിക ദീപങ്ങളും വേർതിരിച്ചെടുക്കാനാകാത്ത രാത്രികൾ. മലയാറ്റൂർ കുരിശുമല ആത്മീയ നിറവിൻ്റെ അനുഗ്രഹം മാത്രമല്ല, പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ശാന്തിയും കുളിർമയും കൂടി ഭക്തർ കേൾക്കുന്നു. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യരിൽ ഒരുവനായിരുന്ന തോമാസ് ലീഹ യഹൂദ രാജ്യത്ത് ഗലീലിയയിൽ ജനിച്ചു. ഏറെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യം. ക്ലേശങ്ങൾക്കിടയിലും സന്മാർഗനിഷ്ഠയോടുകൂടിയ ഉത്തമ ജീവിതം നയിച്ചിരുന്ന മാതാപിതാക്കളുടെ ജീവിത മാതൃക കുട്ടിയെ സൽസ്വഭാവിയും ദൈവഭക്തനും സത്യസന്ധനുമായി വളർത്തി. ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായ തോമ സർവസ്വവും ഉപേക്ഷിച്ച് ക്രിസ്തുദേവനെ അനുഗമിച്ചു. AD 52 തോമാസ് ലീഹ തെക്കേ ഇന്ത്യയിലെ പ്രശസ്ത തുറമുഖമായ കൊടുങ്ങല്ലൂരെത്തി. ഇവിടുത്തെ സുവിശേഷ പ്രചരണവും മാനസാന്തരവും കഴിഞ്ഞ് ശ്ലീഹ കേരളത്തിന്റെ പല ഭാഗങ്ങൾ ചുറ്റി സഞ്ചരിക്കുകയും നിരവധി പേരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. നിരണം, ചായൽ, കോക്കമംഗലം, കോട്ടക്കാവ്, കൊടുങ്ങല്ലൂർ, പാലയൂർ, കൊല്ലം എന്നീ സ്ഥലങ്ങളിലായി അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിച്ചു.
ചോഴനാട്ടിൽ പര്യടനം പൂർത്തിയാക്കിയ തോമസ് ലീഹ വീണ്ടും കേരളത്തെ ലക്ഷ്യമാക്കി മലമ്പ്രദേശങ്ങളിൽ കൂടി യാത്ര തിരിച്ചു. ഈ യാത്രക്കിടയിലാണ് അദ്ദേഹം മലയാറ്റൂരിൽ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള ഇടം കണ്ടെത്തിയത്. ഏകാന്തമായ പ്രാർത്ഥനയ്ക്കായി ക്രിസ്തുനാഥനും വിജനമായ മലകളിൽ അഭയം തേടിയിരുന്നുവല്ലോ. ഗുരുവിനെ പോലെ മലമുകളിലെ ശാന്തത കുതിച്ച അരുമ ശിഷ്യനായ തോമസ് ലീഹയ്ക്ക് ധ്യാനപ്രശാന്തതയേകാൻ ദൈവനിയോഗം ലഭിച്ചത് മലയാറ്റൂർ മലയ്ക്കാണ്. അന്ന് പാണ്ഡ്യരാജ്യത്തേക്കുള്ള പ്രധാന വഴി മലയാറ്റൂർ മലയിൽ കൂടിയുള്ള ഒട്ടകപ്പാതയായിരുന്നു. ശ്രീയേശു നായക ഈണത്തിൽ പാടുക, നിൻ ശബ്ദമാധുരി ആർത്തിയോടെ ശ്രവിക്കട്ടെ. ശ്രീയേശു നായക ഈണത്തിൽ പാടുക, നിൻ ശബ്ദമാധുരി ആർത്തിയോടെ ശ്രവിക്കട്ടെ. ഞാനെന്ന ഗായകൻ തല താഴ്ത്തി നിന്നിടട്ടെ. നീയാണേശുവേ മഹാഗായകൻ. ഞാനെന്ന ഗായകൻ തല താഴ്ത്തി നിന്നിടട്ടെ. നീയാണേശുവേ മഹാഗായകൻ. ശ്രീയേശു നായക ഈണത്തിൽ പാടുക, നിൻ ശബ്ദമാധുരി ആർത്തിയോടെ ശ്രവിക്കട്ടെ. കുരിശുമുടിയിലെ വിശാലമായ വിരിപ്പാറയിൽ ഒരു ദിവസം രാത്രി വിശ്രമത്തിനായി വന്നെത്തിയ ഗിരിവർഗക്കാരായ ഒരു കൂട്ടം ആളുകൾ പാറയുടെ ഉപരിതലത്തിൽ മാത്രം തെല്ലകലെയായി കുരിശാകൃതിയിലുള്ള അഭൗമമായൊരു പ്രകാശം കണ്ടമ്പരുന്നു. ആ സ്ഥലത്ത് ആയുധം കൊണ്ട് കുത്തി നോക്കിയപ്പോൾ അവിടം രക്തവർണമാവുകയും പൊൻകുരിശ് സ്പഷ്ടമായി പ്രകാശിക്കുകയും ചെയ്തുവെന്ന് ഐതിഹ്യം. വിശുദ്ധന്റെ കാൽമുട്ടുകളും പാവന പാദങ്ങളും അത്ഭുതകരമായി ആ പാറപ്പുറത്ത് മുദ്രിതമായിരിക്കുന്നതായും അവർ കണ്ടു. അന്നു മുതൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ആ സ്ഥലത്ത് ചെന്ന് ഭക്തിയോടെ പൊൻകുരിശിനെ വണങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പൊൻകുരിശ് കണ്ടെത്തിയത് മുതൽ ധാരാളം ഭക്തജനങ്ങൾ കുരിശുമുടിയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങിയതോടെ തീർത്ഥാടകർക്ക് രാത്രി കഴിച്ചു കൂട്ടുന്നതിനും ആധ്യാത്മിക ആവശ്യങ്ങൾക്കുമായി സമ്മേളിക്കുന്നതിനും കൂദാശകൾ സ്വീകരിക്കുന്നതിനും മറ്റും അനുയോജ്യമായ ഒരു ദേവാലയം അത്യന്താപേക്ഷിതമായി. കരവഴിക്കുള്ള യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്നതിനാൽ പുഴയിലൂടെയാണ് വിദൂരങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകർ വന്നിരുന്നത്. ജലമാർഗം വരുന്ന തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം തദ്ദേശവാസികളുടെ അശ്രാന്ത പരിശ്രമ ഫലമായി പെരിയാറിന്റെ തീരത്ത് മലയാറ്റൂരിൽ AD 900 ഒരു ദേവാലയം സ്ഥാപിതമായി. പിൽക്കാലത്ത് കൂടുതൽ ജനങ്ങൾ പൊന്നും കുരിശുമുത്തപ്പനെ വണങ്ങാൻ എത്തിത്തുടങ്ങിയതോടെ സൗകര്യം പരിഗണിച്ച് പള്ളി പല പ്രാവശ്യം പുതുക്കി പണിയുകയും പരിഷ്കരിക്കുകയും ചെയ്തു. യേശുവേ നിൻ വിശ്വ മഹാസദസ്സിൽ പാടുവാൻ നീ എൻ്റെ ഗുരുവായി വന്നിടേണം. സർവവിജ്ഞാനിയാ അഖിലാണ്ടനാഥനേ, സർവവിജ്ഞാനിയാ അഖിലാണ്ടനാഥനേ, അടിയനുരാഗങ്ങൾ അധരത്തിൽ നൽകണം. ശ്രീയേശു നായക ഈണത്തിൽ പാടുക, നിൻ ശബ്ദമാധുരി ആർത്തിയോടെ ശ്രവിക്കട്ടെ. ശ്രീയേശു നായക ഈണത്തിൽ പാടുക. കുരിശുമുടിയിലെ ദിവ്യമായ കുരിശിനെ സംരക്ഷിക്കുന്നതിനായി പുരാതന കാലത്ത് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള കപ്പേളയിൽ നിന്ന് 150 അടിയോളം കിഴക്കോട്ട് മാറി
ഒരു പഴയ കപ്പേളയുണ്ട്. ഇതിന്റെ കിഴക്കേ ചുമര് കൊമ്പനാനകളുടെ കുത്തേറ്റ് ആഴത്തിൽ തുളഞ്ഞതിന്റെ പഴുതുകൾ ഇന്നും കാണാം. ആനകുത്തിപ്പള്ളി എന്ന് പ്രസിദ്ധമായ ദേവാലയം ഇതാണ്. തിരുനാൾ ദിവസങ്ങളിൽ വൈദ്യസഹായം നൽകുന്നത് ഈ കെട്ടിടത്തിലാണ്. ഇവ രണ്ടിനും മധ്യത്തിലാണ് 1893 പണി കഴിക്കപ്പെട്ട കുരിശുമുടി പള്ളി. കുരിശുമുടി തീർത്ഥാടനത്തിന്റെ കേന്ദ്രമാണ് ഈ മണ്ഡപം. ഭാരതീയ ശില്പചാരുതയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മണ്ഡപത്തിന്റെ മധ്യത്തിലാണ് മാർ തോമസ് ശ്ലീഹായുടെ പൂർണ്ണകായ പ്രതിമ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. എത്ര ലക്ഷം തീർത്ഥാടകർ വന്നാലും മുത്തപ്പനെ കണ്ട് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് വേഗത്തിൽ കടന്നു പോകാവുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. ക്രിസ്തു ജയന്തി 2000 മഹാജൂബിലിയുടെ സ്മാരകമാണ് ഈ മണ്ഡപം. മാർത്തോമ മണ്ഡപത്തിലേക്ക് കയറുന്നത് 20 പടികൾ ചവിട്ടിയാണ്. AD 52 ഭാരതത്തിൽ വരികയും AD 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ രക്തസാക്ഷിയാവുകയും ചെയ്ത ശ്ലീഹ 20 വർഷക്കാലം ഇവിടെ സുവിശേഷം പ്രസംഗിച്ചുവല്ലോ. ഈ 20 വർഷത്തെയാണ് 20 കൽപ്പടവുകൾ സൂചിപ്പിക്കുന്നത്. മലമുകളിൽ വെച്ച് കഠിന ദാഹത്താൽ പരവശനായ ശ്ലീഹ തന്റെ നാഥനോട് പ്രാർത്ഥിച്ചപ്പോൾ പാറമയിൽ നിന്നും അത്ഭുതകരമായി ഉറവയുണ്ടായത്രേ. ഉറവയിലെ ജലം പാനം ചെയ്യുന്നവർക്ക് രോഗശാന്തി എന്ന് വിശ്വാസികളുടെ അനുഭവ സാക്ഷ്യം. ഞാനൊരു 25 വർഷക്കാലമായിട്ട് ഈ കുരിശുമുടിയിൽ ശുശ്രൂഷ ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാ ദിവസവും രാവിലെ വന്നാൽ വൈകിട്ട് 5 അല്ലെങ്കിൽ 6 മണിയോടുകൂടി തിരിച്ചു പോകും. വളരെയധികം തീർത്ഥാടകരായിട്ട് പല രീതിയിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുള്ള പല തീർത്ഥാടകർ വരുന്നുണ്ട്, രോഗങ്ങളായിട്ട് വരുന്നവർ. അവരൊക്കെ മലകയറ്റി അവരുടെ കൂടെ വന്ന് തുറന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ച് താഴെ ഇറക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷക്കാലമായിട്ട് ഞാൻ ദിവസവും ഇവിടെ ഇവിടെ വന്ന് സേവനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി ആളുകൾ ഒരു വർഷം ചിലത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉറവക്കിണറുണ്ട്. അവിടെ ഒരു അത്ഭുതം ഉണ്ടായത്, ഒരു മനുഷ്യൻ എൻ്റെ കൂടെ ഇങ്ങനെ മലകയറാൻ വന്നൊരു ഹൈന്ദവനായ സഹോദരനായിരുന്നു. എൻ്റെ കൂടെ മലകയറാൻ വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിനെ കുറിച്ച് വ്രണമായിരുന്നു. അപ്പോൾ അയാൾ കുറച്ച് കുരുമുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ കുരിശിൻ്റെ അവിടുത്തെ വെച്ച് അവിടെ നേർച്ചയെല്ലാം വെച്ചതിന് ശേഷം അവിടെ ഒരു ഉറവക്കിണറുണ്ട്. ആ കിണറിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക, ഭാഗങ്ങളൊക്കെ കഴുകിയാൽ അസുഖം മാറുന്നുള്ളതിൻ്റെ പൂർവ്വരെ പറഞ്ഞു തന്ന ആ വിശ്വാസം അനുസരിച്ച് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു. അന്ന് വളരെ വൃത്തികേടായിട്ട് കൂത്താടികളൊക്കെ ആയിട്ട് കിടക്കായിരുന്നു, വെള്ളം വൃത്തിയാക്കാതിരുന്നപ്പോൾ. ആ സമയത്ത് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, വിഷമാണെങ്കിൽ പോലും ഞാൻ എടുത്തു കുടിച്ചോളാം എന്നുള്ള രീതിയിൽ കൂടെ ആ മനുഷ്യന് ഞാൻ വെള്ളം എടുത്ത് കൊടുത്തു. മനുഷ്യന് 2-3 ഗ്ലാസ് കുടിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മറ്റ് രോഗമായ ഭാഗങ്ങളൊക്കെ കഴുകി 4 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യയും 2 മക്കളും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്, അവിടെ വന്ന് മുത്തപ്പനോട് നന്ദി പറഞ്ഞു. അവർ ആ മനുഷ്യനുണ്ടായ ആ രോഗത്തിൻ്റെ പാടുകൾ പോലും ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ദൃക്സാക്ഷി തന്നെ. പക്ഷേ എനിക്കിപ്പോഴും എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ അന്നൊരു ക്യാൻസർ രോഗിയാണെങ്കിൽ പോലും ഞാൻ എടുത്തു കുടിക്കുമായിരുന്നില്ല. പക്ഷേ ആ മനുഷ്യൻ്റെ വിശ്വാസമാണ് അന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയത്. അതുപോലെ 100 കണക്കിന് ആളുകളാണ്. കഴിഞ്ഞ വർഷം എല്ലാ വർഷങ്ങളായിട്ട് ഒരു നിക്സൺ എന്ന് പറഞ്ഞൊരു വ്യക്തി കുരിശും ചുമന്ന് കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 ആൺകുട്ടികളും അദ്ദേഹവും അയാളുടെ ഭാര്യയും കൂടിയാണ് വരാറ്. അപ്പോൾ അയാളുടെ മൂത്ത മകന് പൂർണ്ണമായ കേൾവിശേഷിയും അതുമാതിരി സംസാരശേഷിയുമില്ല. അങ്ങനെ ഒരു നേർച്ച നേർന്നാണ് നിക്സൺ ഈ വലിയൊരു കുരിശും ചുമന്ന് ഇങ്ങോട്ട് വന്നത്.
തീർച്ചയായിട്ടും ആദ്യത്തെ കൊല്ലം മുതൽ രണ്ടാമത്തെ കൊല്ലം കൊണ്ടൊക്കെ ഓരോ കൊല്ലം കഴിയുന്നതോറും വളരെയധികം മാറ്റം. അങ്ങനെ നിക്സൺ ജീവിതകാലം മുഴുവൻ വരെ അവന് കഴിയുന്നത്ര കാലം വരെ കുരിശും ചുമന്ന് വരാൻ വേണ്ടിയാണ് നേർന്നിരിക്കുന്നത്. ഇവിടെ വന്നാൽ നമ്മൾ ആ കുരിശയിൽ ഒരു 2-3 സെക്കൻഡ് കെട്ടി നമ്മളെല്ലാവരും കൂടി നിവൃത്തി യേശുവിനെ കിടത്തമായി തന്നെ കുരിശിൽ നിവൃത്തി കിടത്തണം. തിരിച്ചു പോകുമ്പോൾ ഈ കുരിശ് കൊണ്ടുപോകും. എല്ലാ വർഷവും ഇങ്ങനെ കുരിശ് കൊണ്ടുവരുന്നവരുണ്ട്. പൊൻകുരിശിന് സമീപം താഴ്വരയിലെ ജനങ്ങൾ കണ്ട പൊന്നിൻ കുരിശ് മുത്തപ്പന്റെ പാവന പാദങ്ങൾ ഭക്തർ പൂജ്യമായി കരുതി ഇന്നും ആരാധിക്കുന്നു. തിരുനാൾ ദിവസങ്ങളിൽ വിശേഷ കുർബാന അർപ്പിക്കുന്ന വേദിയാണ് സന്നിധി. അൾത്താരയുടെ മുമ്പിലെ തുറസായ സ്ഥലത്ത് ആരോഹണ ക്രമത്തിലാണ് സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത്. 10,000 പേർക്ക് ഒരേ സമയം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാവുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത്. മാർത്തോമ ഭവൻ 1972 മാർത്തോമ സ്ലീഹായുടെ 19ാം ചരമശതാബ്ദി സ്മാരകമായി നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. കുരിശുമുടിയിലെ മുഖ്യ കെട്ടിട സമുച്ചയമാണിത്. എൻ ജീവിതമാം സാഗരത്തിൽ താളലയങ്ങളോടെ പാടുന്നു ഞാൻ, എന്നിലൂടെ നീ രാഗങ്ങൾ മീട്ടണേ, എന്നിലൂടെ നീ രാഗങ്ങൾ മീട്ടണേ. ആശിപ്പു ഞാനെന്നും സംഗീതരാജനേ, ശ്രീയേശു നായക ഈണത്തിൽ പാടുക, നിൻ ശബ്ദമാധുരി ആർത്തിയോടെ ശ്രവിക്കട്ടെ. ശ്രീയേശു നായക ഈണത്തിൽ പാടുക, നിൻ ശബ്ദമാധുരി ആർത്തിയോടെ ശ്രവിക്കട്ടെ. പൊൻകുരിശ് കണ്ടെത്തിയത് മുതൽ ഒരു കെടാവിളക്ക് അവിടെ കത്തിച്ചു വച്ചിരുന്നു. വിളക്കണഞ്ഞു പോയാൽ കുരിശുമുടിയിൽ കാണപ്പെട്ടിരുന്ന ഒരു കൂട്ടം വരയാടുകൾ താഴേക്കിറങ്ങി വന്ന് നിലവിളിച്ച് ബഹളം കൂട്ടുകയും വിളക്ക് വീണ്ടും കത്തിച്ചു കഴിഞ്ഞാൽ അവ നിശബ്ദരാവുകയും ചെയ്തിരുന്നുവത്രേ. ഇത്തരം ആടുകളെ ഇപ്പോൾ കാണാറില്ലെങ്കിലും ഇവയുടെ തീറ്റയ്ക്ക് വേണ്ടി എള്ള് വിതറുക എന്ന ഒരാചാരം തീർത്ഥാടകർ ഇപ്പോഴും നേർച്ചയായി ആവർത്തിച്ചു പോരുന്നുണ്ട്. കാർഷിക മേഖലയായ കേരളത്തിലെ ജനങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ ഒരു വിഹിതം മുത്തപ്പന് കൊടുക്കുന്നതും ഇവിടുത്തെ സവിശേഷമായ ഒരു നേർച്ചയാണ്. ഇഞ്ചി, ഏലം, കാപ്പി, കുരുമുളക്, ചേമ്പ്, നെൽക്കതിർ എന്നിങ്ങനെ കർഷകർ തങ്ങളുടെ പ്രധാന വിഭവങ്ങളെല്ലാം മുത്തപ്പന് കാഴ്ചവെക്കുന്നു. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ശരീരാവയവങ്ങൾ ഉണ്ടാക്കി നേർച്ച കൊടുക്കുന്നതും സാധാരണമാണ്. ശരീര അവയവങ്ങളിലുണ്ടായ രോഗസൗഖ്യത്തിന് നന്ദിയായിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. വറ, പൊരി സാധനങ്ങൾ, അരിയുണ്ട, കൊഴുക്കട്ട, തമുക്ക്, തേങ്ങ, മുതിര, നറുനെയ്യ്, നല്ലെണ്ണ, വെളിച്ചെണ്ണ മുതലായ വസ്തുക്കളും നേർച്ചയായി വിശ്വാസികൾ കൊണ്ടുവരുന്നു. മുത്തുക്കുട, കൊടി,
കുരിശുകൾ, തിരിക്കാലുകൾ, തിരികൽ തുടങ്ങിയ പള്ളി സാധനങ്ങളും ഇവിടുത്തെ പ്രധാന നേർച്ചകളിൽ പെടുന്നു. കിണറ് കുഴിച്ച് വെള്ളം കിട്ടാൻ പാളയും കയറും നേരുന്ന ഭക്തർ മലമുകളിലെ ഉറവയിൽ നിന്നും ഈ പാള കൊണ്ട് വെള്ളം കുടിച്ച് അവ മലമുകളിൽ ഉപേക്ഷിച്ചിട്ട് പോരുന്നു. സ്ത്രീകൾക്ക് നീളം കൂടിയ തലമുടി ഉണ്ടാകുന്നതിനായി ചൂല് നേർച്ച നൽകുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. സന്താനങ്ങളുണ്ടായാൽ അവരെ കൊണ്ട് ഒരു കുടന്ന പണം നേർച്ചയിടുവിക്കുന്നത് കുട്ടികളുടെ ദീർഘായുസിനും ശ്രേയസിനും ഉത്തമമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ മകനെ തോമസ് ലിയുടെ അടുത്ത് കൊണ്ടുവന്ന് അവന് നടക്കില്ലായിരുന്നു. ജനനം മുതൽ അവന് ഭയങ്കര പ്രോബ്ലമായിരുന്നു. അതിനുശേഷം തോമസ് ലിയുടെ അടുത്ത് നേർച്ച നേർന്നു. മുടങ്ങാതെ അവന് തോമസ് ലിയുടെ അടുത്ത് കൊണ്ടുവന്നു. 4 വയസ്സ് വരെ അവൻ നടക്കില്ലായിരുന്നു. എഴുന്നേൽക്ക പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 4 വയസ്സിന് ശേഷമാണ് അവൻ നടക്കാൻ തുടങ്ങിയത്, എഴുന്നേൽക്കാൻ തുടങ്ങിയത്. എഴുന്നേറ്റതിന് ശേഷം ഞാൻ എല്ലാ വർഷവും തന്നെ അവനെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഈ കൊല്ലം അവൻ താഴത്തുനിന്ന് അടിവാരത്തുനിന്ന് മോള് വരെ മല നടന്ന് കയറി സന്നിധിയിലെത്തിയിരിക്കുകയാണ്. തോമസ് ലിയുടെ ഒത്തിരി അനുഗ്രഹങ്ങൾ അവനിൽ കിട്ടിയതുകൊണ്ടാണ് അവന് നടക്കാൻ സാധിച്ചത്. ദൈവപുത്രൻ കുരിശിൽ തൂങ്ങി മരിക്കുന്നതിനിടയാക്കിയ നമ്മുടെ പാപങ്ങളെ പറ്റിയുള്ള ഉൾത്തിങ്ങിയ പശ്ചാത്താപത്തോടെ മലമുകളിലേക്കുള്ള വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഏകദേശം 1 മൈൽ ദൂരമുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് തീർത്ഥാടകർ നീങ്ങുന്നത്. പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മല കയറ്റം, പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മല ഇറക്കം എന്ന ശരണം വിളികളുമായാണ് ഭക്തജനങ്ങൾ കുരിശുമുടിയിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഇത്രയും ഉയരമുള്ള കുരിശുമുടി കയറുക ആരോഗ്യ ദൃഢഗാത്രർക്ക് പോലും അസാധ്യമായി തോന്നുമെങ്കിലും വയോവൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും എന്ന് വേണ്ട രോഗികൾ പോലും നിഷ്പ്രയാസം മല കയറി ഇറങ്ങുന്നത് യുക്തിക്കും വിചാരത്തിനും നിർവചിക്കാനാകാത്ത ഒരു അത്ഭുതമായി എന്നും നിലകൊള്ളുന്നു. മലകയറ്റത്തിൽ അനുഭവപ്പെടുന്ന കിതപ്പും ക്ലേശങ്ങളുമെല്ലാം മുകളിലെത്തി കുരിശു വന്നിച്ചു കഴിഞ്ഞാൽ മാറുന്നുവെന്നതും ഏറെ അത്ഭുതകരമാണ്. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക, നിൻ ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ. മരണ
മരണത്തിനായി വിധിച്ചു കറയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ. അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യദാതാനിൻ കാരുണ്യം കൈക്കൊണ്ടോർ കഥനത്തിലാഴ്ത്തി നിന്നെ അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്കായി അരുളേണമേ നാഗഭാഗ്യം. മരണത്തിനായി വിധിച്ചു കറയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ. കുരിശു ചുമന്നിടുന്നു ലോകത്തിൻ വിനകൾ ചുമന്നിടുന്നു നീങ്ങുന്നു ദിവ്യനാഥൻ നിന്ദനം നിറയും നീരത്തിലൂടെ. കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു കല്ലുകൾ നിറയും പേരുവഴിയിൽ. തൃപ്പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു ചെന്നിണം വാർന്നൊഴുകി. മാനവരില്ല വാനവരില്ല താങ്ങി തുണച്ചിടുവാൻ അനുതാപമൂറുന്ന ചുടുകണ്ണു നീ തൂകി അണയുന്നു മുന്നിൽ ഞങ്ങൾ. കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ
പതറി വീണു കല്ലുകൾ നിറയും പേരുവഴിയിൽ. വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി. സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ പൂരമ്പു താണിറങ്ങി. ആരോട് നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും കഥനപ്പേരും കടലേ. ആരറിഞ്ഞാഴത്തിൽ അലതല്ലി നിൽക്കുന്ന നിൻ മനോവേദന. നിൻ കണ്ണുനീരാൽ കഴുകേണമെന്നിൽ പതിയുന്ന മാലിന്യമെല്ലാം. വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി. സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ പൂരമ്പു താണിറങ്ങി. കുരിശു ചുമന്നു നീങ്ങും നാഥനെ ശിമയോൻ തുണച്ചിടുന്നു. നാഥാ നിൻ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. നിൻ കുരിശെത്രയോ ലോലം നിന്നുകം ആനന്ദദായകം. അഴലിൽ വീണുഴലുന്നോർക്കവലംബമേകുന്ന കുരിശേ നമിച്ചിടുന്നു. സുരലോകനാഥാനിൻ കുരിശൊന്നു താങ്ങുവാൻ തരണേ വരങ്ങൾ നിരന്തം. കുരിശു ചുമന്നു നീങ്ങും നാഥനെ ശിമയോൻ തുണച്ചിടുന്നു. നാഥാ നിൻ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. വാടിത്തളർന്നു മുഖം നാഥന്റെ കണ്ണുകൾ താണു മങ്ങി. വേരോനിക്കാമിഴി നീർ തൂകിയ ദിവ്യാനനം തുടച്ചു. മാലാഖമാർക്കെല്ലാം ആനന്ദമേകുന്ന മാനത്തെ പൂനിലാവേ.
വാടിത്തളർന്നു മുഖം നാഥന്റെ കണ്ണുകൾ താണു മങ്ങി വേരോനിക്കാമിഴി നീർ തൂകിയ ദിവ്യാനനം തുടച്ചു ഉച്ചവേലിൽ പോരിഞ്ഞു ദുസ്സഹ മർദ്ദനത്താൽ വലഞ്ഞു ദേഹം തളർന്നു താണു രക്ഷകൻ വീണ്ടും നീലത്തു വീണു. ലോകപാപങ്ങളാണങ്ങയെ വീഴിച്ചു വേദനിപ്പിച്ച ദൈവം ഭാരം നിറഞ്ഞോര ക്രൂശു നിർമ്മിച്ചതിൻ പാപങ്ങൾ തന്നെയല്ലോ. ഞാൻ 10-25 കൊല്ലമായി ഈ മല കയറാൻ തുടങ്ങിയിട്ട്. വളരെ പ്രായശ്ചിത്തത്തോട്ട് കയറുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാവും. കയറുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ രീതി കൂടെ കയറണം. കാരണം എന്ന് വെച്ചാൽ നല്ലോണം ത്യാഗം അനുഭവിച്ചിട്ട് കയറണം. എല്ലാ കൊല്ലം ഞാൻ 50 ദിവസം നോയമ്പെടുത്തിട്ട് ആണ് കയറാറ്. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്താ വെച്ചെങ്കിൽ അത് ഏറെക്കുറൊക്കെ സാധിച്ചു കിട്ടും. ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്ത് കയറിയ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പ്രാർത്ഥിച്ച് പോയ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാറുണ്ട്. സെന്റ് തോമസിന്റെ പാദസ്പർശമേറ്റ് പരിപാവനമായ ഈ മലയാറ്റൂരിനെ സംബന്ധിച്ച് ഈ മലയിലേക്ക് കയറി ഇറങ്ങുമ്പോൾ ഒരു ആത്മീയ അനുഭൂതി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ തീർത്ഥാടനം കൊണ്ട് ഞങ്ങൾ ആ ഒരു ഗുണം. അതുമായി ബന്ധപ്പെട്ട് ആത്മീയ ചൈതന്യത്തിലേക്ക് നയിക്കാൻ പ്രാപ്തനമാകുന്ന ആ ശരണം വിളികളുമായി മുത്തപ്പോ പൊന്മല കയറ്റം എന്നുള്ള മന്ത്രങ്ങളുമായി ഞങ്ങൾ കയറുമ്പോൾ ആ തിരിച്ചിറങ്ങുമ്പോഴും അതുപോലുള്ള ആത്മീയ അനുഭൂതി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മസായുജ്യം തേടിയെത്തുന്ന ഭക്തലക്ഷ്യങ്ങളുടെ ശരണം വിളികൾ കൂറ്റൻ കരിങ്കൽ പാറകളിൽ തട്ടി പ്രതിധ്വനിക്കുമ്പോൾ വിശുദ്ധിയുടെ കുരിശുമുടിയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം ജനസമുദ്രമായി പരിണമിക്കുമ്പോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പീഡാനുഭവത്തിൻ്റെ ഓർമ്മയിൽ അശരണരും ആലംബഹീനരുമായ ഭക്തകോടികൾ അദൃശ്യമായ സാന്ത്വനത്തിൻ്റെ സ്നേഹപ്രവാഹം ഹൃദയത്തിലുമേറ്റുവാങ്ങി മലയിറങ്ങുന്നു. മലയാറ്റൂർ മലയും കേറി ജനകോടികളെത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. മലയാറ്റൂർ മലയും കേറി ജനകോടികളെത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്നലകേറ്റം. പൊന്നും കുരിശുമുത്തപ്പോ പൊന്നലകേറ്റം. കേട്ടറിഞ്ഞു വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോതി നീ തൊട്ടറിഞ്ഞു വിശ്വസിച്ചു